വെളുത്തങ്ങാടി രൂപതയുടെ നിയുക്ത മെത്രാൻ മാർ ജെയിംസ് പട്ടേരിൽ കുറവലങ്ങാട് മുത്തിയമ്മയുടെ തിരുസന്നിധിയിലെത്തി പ്രാർത്ഥനകൾ നടത്തി മടങ്ങി. കുറവലങ്ങാടിനെ ഒരിക്കലും മറക്കാനാവില്ലെന്ന് നിയുക്ത മെത്രാൻ പറഞ്ഞു. പരിശുദ്ധ അമ്മ തെളിച്ചു നൽകിയ അത്ഭുത നീരുറവ ഉള്ളിടത്തോളം കാലം ക്ലരീഷ്യൻ സഭയ്ക്ക് ദൈവവിളിയിൽ ഒരു കുറവുമുണ്ടാവില്ലെന്നും മാർ ജെയിംസ് പട്ടേരി വ്യക്തമാക്കി. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഇവിടുന്ന് പോയവരാണ്. പണ്ട് 60കളിൽ എൻ്റെ വീട് വടകരയായിരുന്നു. വടകര വടകരയിലാണ് ഞങ്ങൾ സൗത്ത് കാൻട്രയിൽ പോകുന്നത്. അപ്പൊ വടകരയിൽ എൻ്റെ അപ്പനും അമ്മച്ചിയൊക്കെ ഇവിടെ വന്ന് 3 നോയമ്പ് കൂടിയിട്ടുണ്ട്. അപ്പം വീട്ടിൽ ഇപ്പോഴും ഒരു പെട്ടി ഇപ്പോഴുണ്ട്. കുറവിലങ്ങാട് 3 നോയമ്പിന് വന്ന് മേടിച്ചോട്ട് പോയ ഒരു പെട്ടി. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കുറവിലങ്ങാട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ അവര് ഇതിനെപ്പോഴും പറയാറുണ്ട്, അത് നടന്ന് അന്നത്തെ കാലത്ത് നടന്ന് കൂത്താട്ടുകളൊക്കെ വടകരയിൽ നടന്ന് ഇവിടെ വന്ന് പെരുന്നാളും കൂടിയിട്ട് അന്നത്തെ കാലത്താണല്ലോ ഈ പെട്ടി കിട്ടുന്നത് മേടിക്കാനൊക്കെ ആയി. അപ്പൊ ഒരു ചെറിയ പെട്ടി, അത് ഇപ്പോഴൊരു പെട്ടി ഇട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറവിലങ്ങാട് മുത്തിയമ്മയെ പറ്റി അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്ന ചെറുപ്പം മുതൽ. അപ്പൊ അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച് ഇരിക്കുമ്പോഴാണ് നമ്മുടെ അന്നത്തെ ജോസ് പൂരമ്പറമ്പിലച്ഛൻ ഇവിടെ കുറവിലങ്ങാടിന്റെ പ്രൊക്രേറ്ററാണ്. അപ്പൊ അച്ഛൻ്റെ കൂടെ പഠിച്ച ഒരു അച്ഛനായിരുന്നു ഞങ്ങളുടെ വികാരി അച്ഛൻ. അപ്പൊ പുള്ളി ഇങ്ങനെ വൊക്കേഷൻ പ്രൊമോഷൻ ആയിട്ട് ഇറങ്ങിയതാണ്. അന്ന് ഞാനെന്നും അമ്മയുടെ കൂടെ പള്ളി പോകായിരുന്നു 10ാം ക്ലാസ് പള്ളി വിടുന്ന കാലത്ത്. അപ്പൊ ഞാൻ പള്ളി ചെന്നപ്പോ ഒരു അച്ഛൻ വന്നിട്ടുണ്ട്, വേറെ അവിടെ ഇല്ലാത്തൊരു അച്ഛനാണ്, കണ്ടിട്ടില്ലാത്തൊരു അച്ഛനാണ്. അപ്പൊ പുള്ളി വികാരിച്ചൻ പറഞ്ഞു, ഈ കൊച്ചിനെ നോക്കിയോളാൻ പറഞ്ഞു. അപ്പൊ എനിക്കത് പിടിയിട്ടില്ല, സംഗതി പിടിയിട്ടില്ല. അപ്പൊ ഈ കൊച്ചിനെ നോക്കിയോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇവിടെ കുറവിലങ്ങാട് വരുന്നതാണ്. ക്ലാരിറ്റി ഭവൻ, അന്ന് എനിക്ക് പേര് പോലും പറയാൻ അറിയത്തില്ല, ക്ലാരിറ്റി ഭവൻ. അപ്പൊ അങ്ങനെ ഇരുന്ന കാലത്താണ് വികാരിച്ചൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനാനായിട്ട് റെഡിയാണ്, പക്ഷെ പരീക്ഷയുണ്ട്, പരീക്ഷ കഴിയണം, പരീക്ഷ കഴിഞ്ഞ് ജയിക്കുവാണെങ്കിൽ ഞാൻ അച്ഛനാകാൻ പോവാന്ന്. അപ്പൊ അങ്ങനെ ഇരുന്ന എല്ലാം ദൈവത്തിന്റെ ഓരോ പദ്ധതികളാണ്. ഞാൻ ജയിച്ചു കഴിഞ്ഞ ഉടനെ വികാരിച്ചൻ അച്ഛനുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അച്ഛൻ വരാൻ പറഞ്ഞു. ജൂൺ മാസം 17-ാം തീയതി ആദ്യമായിട്ട് ട്രെയിൻ കയറുന്നു മംഗലാപുരത്ത് നിന്ന് എൻ്റെ മൂത്ത ചേട്ടൻ്റെ കൂടെ. ചേട്ടനൊക്കെ ആദ്യം വരുന്ന ഇവിടുന്ന് പോയ പിന്നെ ചേട്ടൻ ആദ്യം വരുന്ന കേരളത്തിന്. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുത്തെ മംഗലാപുരത്ത് ട്രെയിൻ കയറി. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അച്ഛൻ, ഒരു സ്റ്റുഡന്റ്, അന്ന് CST സ്റ്റുഡന്റ് ആയിരുന്നു പുള്ളി. അപ്പൊ പുള്ളി ഇവിടെ ആലുവയിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആലുവയിൽ വന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് അമൃതന്റെ അടുത്ത് പോയി. അവിടുന്ന് ഞങ്ങൾ പിറ്റേ ദിവസം ബസ് കയറി. അത് പാലെന്ന് കേൾക്കുന്നത് ഭയങ്കര പാലാ ബസ്, പാലായിൽ ഒരു ബസ് കണ്ടാൽ പാലായിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ആ ബസ് കയറി ഞങ്ങൾ എവിടെ വന്നു, കുറവിലങ്ങാട് വന്ന് നാഷണൽ പറ്റാറിന്റെ കടയുണ്ട് ഇവിടെ. അവിടുത്തെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോംകാര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക്. ഇവിടെ ദേവമാതാ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. അപ്പൊ അവിടെ വന്ന് ഞങ്ങൾ ചോറ് കൊണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് ഇവിടെ പള്ളിയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോണത് പിടിക്കിട്ടില്ല. അപ്പൊ ഞങ്ങൾ ആൾക്കാരുടെ ചോദിച്ച് പറഞ്ഞ് ഞങ്ങൾ അവിടെ അന്നവിടെ കെട്ടിടേ ഉള്ളൂ, റബ്ബർ തോട്ടം, റബ്ബർ വെച്ച് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഭയങ്കര ഒരു മലയിലുള്ള ഒരു കെട്ടിടം ഞങ്ങൾ ആദ്യം കാണും. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ എത്തി. അങ്ങനെയാണ് ഞാൻ കുറവിലങ്ങാട് ആദ്യമായിട്ട് ലാൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ ഇവിടെ ഞങ്ങൾ വടകരയിലേക്ക് പോന്നു, എന്നെ അവിടെ വിട്ടിട്ട്. അത് കഴിഞ്ഞ് അന്ന് ഉണ്ടായിരുന്നത് നമ്മുടെ തകടിയിലച്ഛനും ഒക്കെയാണ്. തകടിയിലച്ഛനും മാധവത്തച്ഛനും പിന്നെ നമ്മുടെ ജോസ് കൂരമ്പൻ വിളിച്ച് അങ്ങനെ 3 അച്ഛന്മാരുണ്ടായിരുന്നു അവിടെ. അപ്പൊ അങ്ങനെയാണ് അവിടെ ആരംഭിച്ചത്. ഇവിടുന്ന് പേര് പിടിച്ച് പിന്നെ ഞങ്ങൾ കർണാടകത്തിൽ നിന്ന് വേറെ 2 പേരോട്ട് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വരുന്നത് കുറവിലങ്ങാണ്ടിൽ കർണാടകത്തിൽ നിന്ന്. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വേറെ 2 പേരും കൂടി വന്നു. അങ്ങനെ 3 പേരുണ്ടായിരുന്നു അന്ന്. ഇപ്പം ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് ദേവമാതാ കോളേജിൽ വരണം. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്ത്. അപ്പൊ ആദ്യമായിട്ട് വരുന്ന ഞങ്ങൾ കർണാടകത്തിൽ നിന്ന്. അപ്പൊ അന്ന് അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിന്റെ ഞങ്ങളുടെ ന്യൂറിഷീഷ് ഹൗസ് ഉണ്ട്, അങ്ങോട്ട് പോകാം. അവിടെ നിന്ന് നമുക്ക് ക്രൈസ്റ്റ് കോളേജിൽ പോയി PDC പഠിക്കാം. കാരണം അവർക്ക് ബുദ്ധിമുട്ട് സംശയമായിരുന്നു, കാരണം ഞങ്ങളുടെ മലയാളം ഞങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മലയാളം ഇവിടെ വരുമ്പോൾ ഇവിടത്തെ കോളേജിൽ രക്ഷപ്പെടുമ്പോൾ അവർക്ക് സംശയം തോന്നിയതുകൊണ്ട് പഠിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ 2 വർഷക്കാലം ക്ലാരിറ്റി ഭവനിൽ നിന്നുകൊണ്ട് പഠിച്ചു. ക്ലാരിറ്റി ഭവൻ ബാംഗ്ലൂർ.
അവിടുന്ന് നമ്മുടെ ക്രൈസ്റ്റ് കോളേജ് CMA കോളേജാണ്. അവിടെ പോയി പഠിച്ചു. അത് കഴിഞ്ഞ് നോവിഷ്യേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഫിലോസഫി, തിയോളജി ഇങ്ങനെ ഓരോ ഘട്ടഘട്ടമായിട്ട് തീർത്ത് കഴിഞ്ഞിട്ട് 90-ലായിരുന്നു എൻ്റെ പട്ടം. 90-ല് പട്ടവും കഴിഞ്ഞ് ഒരു വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. നമ്മുടെ അന്ന് വെളുത്തങ്ങാടി രൂപതയായിട്ടില്ല, നമ്മുടെ തലശ്ശേരി രൂപതയുടെ കീഴിലാണ് വെളുത്തങ്ങാടി. സൗത്ത് കേന്ദ്ര മിഷൻ എന്നാ പറഞ്ഞത്, സൗത്ത് കേന്ദ്ര മിഷൻ. അപ്പൊ അന്ന് സൗത്ത് കേന്ദ്ര മിഷനിൽ ഉള്ള ഒരു പൊറോട്ട പള്ളി ഉണ്ടായിരുന്നു അന്ന്. ആ പൊറോട്ട പള്ളിയിൽ ഞാൻ ഒരു വർഷം അസിസ്റ്റന്റ് വികാരിയായിട്ട് സേവനം ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് എന്റെ കുറവിങ്ങാണ്ട് എനിക്ക് പ്രൊപ്പറേറ്റർ ആയിട്ട് കിട്ടും. അങ്ങനെയാണ് ഞാൻ കുറച്ചേക്കാട്ട് പിന്നെയും കുറവിങ്ങാട്ട് വരുന്നത്. അപ്പൊ ഞാൻ 3 വർഷക്കാലം ഞാൻ ഉണ്ടായിരുന്നുണ്ട് കുറവിങ്ങാട്. അപ്പൊ അന്നും ഈ പറഞ്ഞ പോലെ ഉപസാരിപ്പിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. മുത്തിയമ്മയും ഇവിടെ പള്ളിയൊക്കെ ആയിട്ട് നല്ല ബന്ധത്തില്. അപ്പൊ അന്നാണ് ഞങ്ങൾ അറിയുന്നത് ഇവിടുത്തെ മാതാവിനെ പ്രത്യക്ഷപ്പെടുന്നത് ഇതൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ പിന്നെ കൂടുതലായിട്ട് അതിനെ പറ്റി പഠിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ 3 വർഷം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ജർമ്മനിക്ക് പോകാൻ പറഞ്ഞു. ഞാൻ ജർമ്മനിക്ക് പോകുന്നത്. ജർമ്മനിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഒരു പ്രാവശ്യം നമ്മുടെ ജൂബിലി ആയിരുന്നു. അന്ന് ഞാൻ അവിടെയും ഇതുപോലെ തന്നെ പറഞ്ഞാ നമ്മുടെ ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ക്ലീനീഷ്യൻസിന്റെ വൊക്കേഷൻസ് ഒരിക്കലും പറയാനില്ല. ഞാൻ അത് പറയാനായിട്ട് കാരണം അത് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്ഥാപനം കുറവലിങ്ങാടാണ്. കുറവലിങ്ങാട് മുത്തിയമ്മയുടെ കാണിച്ചു കൊടുത്ത വെള്ളം ഇപ്പോഴും ഒഴുകുന്നുണ്ട്, അവിടെ ഉറവയുണ്ട്. അപ്പൊ ആ ഉറവയുള്ളിടത്തോളം കാലം നമുക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് വൊക്കേഷൻസ് ദൈവവിളി ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്ലീനീഷ്യൻസ് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ അനുഭവം സോഴ്സിലാണ്, ആ ഉറവിടത്തിലാണ്. അപ്പൊ ആ ഉറവിടം നമുക്ക് ഉള്ളിടത്തോളം കാലം പേടിക്കേണ്ട. ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കും. ദിവയുടെ ആ പള്ളിയുടെ ഇതൊക്കെ ഒരു വലിയ അത്ഭുതമാണ്. ആ കാലത്ത് നമ്മുടെ ജർമ്മൻ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാവുന്നല്ലേ, ഒരു താഴ്വഴി കിടന്ന ഒരു കുന്നാണ്. ആ അവിടെയാണ് നമ്മുടെ മാധവത്തച്ഛൻ ആദ്യമായിട്ട്, തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, നമ്മുടെ ആദ്യത്തെ പിതാവ് നമ്മളെ ഒത്തിരി സഹായിച്ചു. പിതാവാണ് നമ്മുടെ പെട്ടെന്ന് വിട്ട് ജർമ്മനിയെ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് തിരിച്ചിവിടെ വന്ന് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പിതാക്കന്മാരുടെയും ഇപ്പം 3ാമത്തെ ആളാണല്ലോ, എല്ലാവരുടെയും വളരെ ഒത്തിരി സഹകരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ടാണ് അനീഷിന് ഇത്ര പെട്ടെന്ന് ഇന്ത്യയിൽ വളർന്നത്. ഇപ്പൊ 5 പ്രൊവിൻസസ് ഉണ്ട്. സന്തോഷമുണ്ട് അത് ഞാൻ പറയാനായിട്ട്. ഞങ്ങൾ ആരും ഒരു റിലീജിയൻ ഇത്ര പെട്ടെന്ന് വളർന്നിട്ടില്ല. 5 പ്രൊവിൻസ് ഒക്കെ. നമുക്ക് പാലാ രൂപതയിൽ തന്നെ ഒത്തിരി ആൾക്കാർ ഒത്തിരി ആ കാലത്ത് പുറത്ത് വന്ന് ചേർന്ന് മറ്റുമാരാകാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ഒരിക്കലും കുറവലിങ്ങാട് ഒരിക്കലും പറഞ്ഞില്ല. ഞങ്ങൾ എല്ലാവരുടെയും മുത്തിയമ്മയുടെ ആ സഹായം ഞങ്ങൾക്ക് എല്ലാം കിട്ടുന്നു. നമ്മളിപ്പോൾ സന്തോഷമുണ്ട് മുത്തിയമ്മയെ പറ്റി പറയാനായിട്ട്, കുറവലിങ്ങാട് മുത്തിയമ്മയെ പറ്റി പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ക്ലീനീഷ്യൻ ഇത്രയും വളർന്നത് മെയിൻ കാരണം ഇവിടെ സ്ഥാപിച്ചു തോന്നുന്നു എന്നാണ്. ഒത്തിരി വൊക്കേഷൻസ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓടിഞ്ഞൂടൊക്കെ പഠിച്ചു. ബാംഗ്ലൂരിൽ പോകാൻ പറ്റി, പിന്നെ ചെന്നൈയിൽ പോകാൻ പറ്റി, നോർത്ത് ഈസ്റ്റില് ആ കാലത്ത് സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് സ്ഥാപിച്ചു. എല്ലാം 5 പ്രൊവിൻസസ് ആയിട്ട് ഇപ്പൊ വളർന്നു വരികയാണ് ഞങ്ങളുടെ ക്ലീനീഷ്യൻ. ഒരു സന്തോഷമുണ്ട് ഇവിടെ വരാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്ന് വടകരയിലാണ് ഞങ്ങളുടെ മേഖരികൾ. അവിടുന്നാണ് ഞങ്ങൾ പോയത്. അപ്പൊ എപ്പോഴും ഞങ്ങൾ നാട്ടിൽ വീട് ചെല്ലുമ്പോൾ എപ്പോഴും കുറവലിങ്ങാട് പറയും, ഒരു കാരണം എപ്പോഴും പറയും കുറവലിങ്ങാട്. അപ്പൊ അവർക്ക് സന്തോഷമായിരുന്നു വിടാനായി. അപ്പൊ അതുമാണ് പിന്നെ പോയിട്ട് വരാനായിട്ടുള്ള ഒരു അതുവരെ ആരോഗ്യം വന്നിട്ടില്ല. കാരണം ആ കാലത്ത് നമ്മുടെ കാശുമില്ല കാര്യമായിട്ട്, പിന്നെ വഴി സൗകര്യം ഇല്ല. 60-കളിൽ പോയവരാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് കേരളവുമായിട്ടുള്ള ഒരു ബന്ധം വരുന്നത് ഞാൻ കേരളം പറ്റി കുറവലിങ്ങാട് വന്നേ പറ്റി. കുറവലിങ്ങാട് എന്നുള്ള വാക്കിലുള്ള അൽഫോന്റെ ആ പേര്. സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വരുവാനായിട്ട് സാധിച്ചതില്ലെന്ന്. ഒത്തിരി ഷോർട്ട് നോട്ടീസിൽ ഇത്രയും ഒന്നിച്ചുകൂടി ദൈവമായി നന്ദി. ഇത് നിങ്ങളെല്ലാം ഒന്നിച്ചുകൂടിയാലും എല്ലാം സന്തോഷമുണ്ട്. അത് എനിക്ക് പണ്ട് തൊട്ടുള്ള ഒരു ഇതായിരുന്നു. ഈശോ വന്നിരിക്കുന്നത് നമുക്ക് ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുവാനും വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു വാക്ക് എനിക്ക് എപ്പോഴും ജീവൻ ഉണ്ടാകുക, ജീവൻ സമർത്ഥമായി ഉണ്ടാകാനായിട്ട്
കർത്താവ് വന്നത് ആ ജോലി നമ്മിലൂടെ ഇന്ന് മറ്റുള്ളവർ അനുഭവിക്കാനായിട്ട് ഒരു പരിശ്രമത്തിലാണ് ഞാൻ ആരംഭിക്കുന്നത്. ഈ ബിഷപ്പായിട്ടുള്ള ജീവൻ സമൃദ്ധമായി ഉണ്ടാകാനായിട്ട് എല്ലാവർക്കും ജീവൻ കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. അറിയാതെ ഇപ്പോൾ എല്ലാവരും ഉപരി വർഷമാണ്. പ്രത്യാശയുടെ മക്കളായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു വിളിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രത്യാശ നമുക്ക് ഒരിക്കലും നശിച്ചു പോകാതിരിക്കാനായിട്ട് എന്തെല്ലാം അപകടമുണ്ടെങ്കിലും പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ഭക്ഷണം പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുന്നോട്ട് നയിക്കാനായിട്ട് എന്തുമാത്രം മാതാവ് എപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മുടെ എല്ലാവരുടെയും നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടുകളിലേക്കെല്ലാം സ്വന്തമസ്കാരമുണ്ട്. അപ്പോൾ മാതാവിൻ്റെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ മാതാവുമായിട്ടുള്ള ഒരു പ്രത്യേകമായ ബന്ധം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടവകളെല്ലാം ഒരു ഞങ്ങളുടെ ഇടവപ്പള്ളി പോലും സെന്റ് മേരീസ് ചർച്ചാണ്. അപ്പോൾ മാതാവിൻ്റെ മക്കൾ എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് പരീഷൻസ്. അതൊരു ഞങ്ങളുടെ സഭാ സ്ഥാപകനായ ക്ലാരറ്റ് ഇപ്പോഴും പറയാറുണ്ട്, എൻ്റെ അമ്മയാണ്, എന്തെല്ലാം വന്നാലും എൻ്റെ അമ്മ എന്നെ വിളിക്കുള്ളൂ. അപ്പൊ അതിൻ്റെ മക്കളാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്കും ആ മാതാവിനോടുള്ള, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരള ക്രൈസ്തവർക്കും ഒരു മാതാവിനോടുള്ള ബന്ധം ഇപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കൂടുതലായിട്ട് തന്നെ ക്ലരീഷ്യൻസ് എന്ന നിലയിൽ വിമല ഹൃദയത്തിന്റെ മക്കളാണ്. മക്കളുടെ അമ്മയുടെ ഹൃദയമാണ് ഞങ്ങളിലും ഇടിക്കുന്നത്, ഹൃദയത്തിന്റെ അതുകൊണ്ട് സന്തോഷമുണ്ട് മുഖ്യമയെ പറ്റി പറയുവാനായിട്ടും. ഇവിടുത്തെ ഞങ്ങളുടെ അറിയാമല്ലോ, ഇവിടെ സ്ഥാപിച്ചതും സ്ഥാപനം ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് വളർന്നതൊക്കെ സന്തോഷമുള്ള ഒരു കാര്യം. പരീക്ഷൻസ് 55 വർഷമായിട്ട് ജോലി ചെയ്യുന്നതാണ് ഇവിടെ. അപ്പൊ ഞങ്ങളാണ് ആദ്യത്തെ, ഇവിടെ നമുക്കറിയാമല്ലോ ലാറ്റിൻ സഭയായിരുന്നുവെങ്കിൽ പോലും അന്ന് പാലപിതാവ് തന്നെ പ്രത്യേകം പറഞ്ഞതാണ് ഞങ്ങളിവിടെ ഓറിയന്റൽ ചർച്ചായിട്ട് തീരണമെന്ന്. അപ്പൊ അതനുസരിച്ച് പിന്നീടുള്ള അതേപ്പറ്റി ചിന്തിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓറിയന്റൽ റീത്തായിട്ട് ഒരു പ്രോവിൻസ് ആയിട്ട് ഇവിടെ മാറി, സീറോ മലബാർ പ്രോവിൻസ്, തോമസ് പ്രോവിൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അതിനെയൊക്കെ ഒരു കാരണം ഇങ്ങനെ ലാറ്റിൻ കോൺഗ്രിഗേഷൻസ് സീറോ മലബാർ റീത്ത് സ്വീകരിക്കുന്നവർ കുറവാണ്. ഞങ്ങളാണ് അതിന് മുൻകൈ എടുത്തത് തന്നെ. അപ്പം അതിലേക്ക് ഒരു ഇതായിരിക്കണം എൻ്റെ ഒരു ക്ലരീഷനെ പിടിച്ച് ഇതിൻ്റെ ഒരു വെളുത്തങ്ങാടി രൂപതയുടെ മെത്രാനാക്കിയത്. ഞാൻ വിചാരിക്കുന്നു ഇത് എൻ്റെ കഴിവൊന്നുമല്ല, ഞങ്ങൾക്ക് അതിനുള്ളതില്ല. പക്ഷേ നമ്മുടെ സീറോ മലബാർ സഭ ക്ലരീഷ്യൻസ് സീറോ മലബാർ ജോലി ചെയ്യുന്നത് കൊണ്ടും സീറോ മലബാർ ഒരു പ്രൊവിൻസായി മാറിയത് കൊണ്ടും ഒക്കെ ഉള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. അതൊരു ലാസ്റ്റ് പിതാവിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് പ്രത്യേകിച്ച് അന്ന് പറഞ്ഞ പോലെ പള്ളങ്ങാട് മുത്തിയമ്മയുടെ ജീവന്റെ ഉറവ വെളുത്തങ്ങടിയിലേക്ക് എത്രമാത്രം സ്വപ്നം ഒന്ന് പങ്കുവെച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ ലോറൻസ് അച്ഛനാണ് അവിടുത്തെ ആദ്യത്തെ ലോറൻസ്. ഞങ്ങൾ മറ്റുള്ള ലോറൻസ് അച്ഛനാണെന്നോ ആദ്യത്തെ അച്ഛൻ അവിടുത്തെ ഇവിടുത്തെ വെളുത്തങ്ങാടി ഏരിയയിലെ ആദ്യത്തെ പ്രായമുള്ള ആളായിരുന്നു ലോറൻസ് പിതാവ്. ആ പിതാവിനെയാണ് 25 വർഷം കാലം 26 വർഷമായി ആദ്യത്തെ പിതാവായിട്ട് വെളുത്തങ്ങാടി രൂപത സ്ഥാപിച്ചപ്പോൾ ഏൽപ്പിച്ചത്. പിതാവ് ഭംഗിയായിട്ട് നടത്തി. 25 വർഷക്കാലം ഒത്തിരി ഡെവലപ്മെന്റ്സ് നടത്തി അവിടെ ആ ഏരിയ. അറിയാമല്ലോ, കുടിയേറ്റ പ്രദേശമാണ്. ലോറൻസ് പിതാവിനെ പറ്റി പഠിച്ചപ്പോൾ ലോറൻസ് പിതാവ് നല്ല ഭംഗിയായിട്ട് എല്ലാം നടത്തി. ഇപ്പം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പം അങ്ങനെ ലോറൻസ് പിതാവിൻ്റെ ചെയ്തു വെച്ചിരിക്കുന്ന ഒത്തിരി പണികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഇങ്ങോട്ടൊന്ന് പോരാം.